ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ മാസം ഗോട്ടിമാലക്കെതിരെ ഒരു സൗഹൃദ മത്സരം അർജന്റീന ദേശീയ ടീം കളിക്കുന്നുണ്ട്. അതിനുള്ള സ്ക്വാഡ് ഇന്നലെ അവരുടെ പരിശീലകനായ സ്കലോണി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ സ്ക്വാഡിൽ വോക്കിൻ പനിശല്ലി ഇടം നേടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം സ്ട്രാസ്ബർഗിന് വേണ്ടി അത്ര മികച്ച ഫോമിലാണ് പനിശല്ലി ഇപ്പോൾ കളിക്കുന്നത്. ഒരുപാട് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിയുന്നു. പക്ഷേ പനിശല്ലിയെ ഉൾപ്പെടുത്താൻ സ്കലോണി തയ്യാറായില്ല എന്നുള്ളതാണ്. കൂടാതെ റോമയ്ക്ക് വേണ്ടി നല്ല രൂപത്തിൽ കളിക്കുന്ന മത്തിയാസ് സുലെ എന്ന യുവതാരത്തെയും ഇപ്പോൾ സ്കലോണി തഴഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കാരണം ചില മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പനിച്ചെല്ലിയുടെയും സുലയുടെയും ഏജന്റ് അത് ഒരാളാണ്. മാർട്ടിൻ ഗുസ്റ്റാഡിക്സിനോ എന്ന ഒരു വ്യക്തിയാണ് ഇവരുടെ ഏജന്റായി കൊണ്ടുവരുന്നത്. ഈ ഏജന്റും അതുപോലെ തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല. അതുകൊണ്ടാണ് ഈ രണ്ട് താരങ്ങളെയും അർജന്റീന ഇപ്പോൾ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത്, അതല്ലെങ്കിൽ ഒഴിവാക്കിയത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പനിശല്ലിയെയും സുലയെയും ഇപ്പോൾ ഒഴിവാക്കാനുള്ള കാരണം അത് അവരുടെ ഏജന്റ് തന്നെയാണ്. അവരുടെ ഏജന്റുമായുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല അർജന്റീനക്കുള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടു പേർക്കും സ്ഥാനം ലഭിക്കാതെ പോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അർജന്റീനയുടെ സ്ക്വാഡിൽ എടുത്തു പറയേണ്ടത് ചില താരങ്ങളുടെ അഭാവമാണ്. അതായത് പരിക്ക് കാരണം ലോ ചെൽസോ, ഫോയ്ത്ത്, ദിബാല, ലിസാൻഡ്രോ, ലൗറ്ററോ, ബൂണ്ടിയ എന്നിവരൊന്നും ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ട താരങ്ങളാണ് പനിശല്ലി, മെഡീന, കെവിൻ മാക്കാലിസ്റ്റർ, ബെനിറ്റസ്, മസ്റ്റാൻഡുവോനോ എന്നിവരൊക്കെ. പുതിയതായി കൊണ്ട് വിളിക്കപ്പെട്ട താരങ്ങളാണ് തോമസ് പലാസിയോസും റോഹാസും. അതായത് സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് തോമസ് പലാസിയോസ്, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് റോഹാസ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ വീണ്ടും കാണാം.